In my earlier classes, we were discussed about the methods of measuring correlation coefficient. In that methods, the first method is scatter diagram. So we already drawn scatter diagrams. If the points on the scatter diagrams concentrate around a straight line, that line is called regression line or line of best fit. അതായത് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം വരച്ചിട്ടാകുമ്പോൾ അത് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടാവും. അതിലുള്ള പോയിൻറ്റ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിനെയാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ the line of best fit is that line which is closer to the point in the scatter diagram. അതായത് സ്കാറ്റർ ഡയഗ്രാമിൽ പോയിൻറ്റ്സിന് ഏറ്റവും ക്ലോസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ലൈനിന് അടുത്ത് വരത്തക്ക വിധത്തിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്താണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ ലൈന് അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് വിശദീകരിക്കുന്നതാണ്. ഇനി അടുത്തത് നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കുക. Here is a question for drawing a scatter diagram. Question is, the following gives the scores obtained in statistics X and economics Y out of 50 by 7 students in a test. Draw a scatter diagram. So, in order to find the line of best fit or regression line, first of all, we will draw a scatter diagram of the given data. Then, after plotting scatter diagram or after drawing scatter diagram, we will draw a straight line in such a way that maximum number of points is concentrating along the straight line. അതായത് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടുത്ത് വരത്തക്ക വിധത്തിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടുത്ത് വരണം. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ആ സ്ട്രെയിറ്റ് ലൈന് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആവണമെങ്കിൽ അതിന് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡ്രോ എ സ്കാറ്റർ ഡയഗ്രാം by plotting the points, and after that we will draw a straight line in such a way that maximum number of points should concentrate along the straight line. So first of all, we will try how a scatter diagram can be drawn using the given points. So first of all, we will draw x-axis and y-axis in a graph paper. While drawing a x-axis and y-axis in a graph paper, care should be taken that the scores statistics, that is x values, should plot on x-axis, and scores of economics y should plot on y-axis. The maximum score out of 50 is given. So up to 50 we have to plot. അതായത് 50 വരെ നമ്മൾ പോയിന്റുകൾ അടയാളപ്പെടുത്തണം. എക്സ് അക്ഷത്തിൽ 50 വരെ, 50ൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ വൈ അക്ഷത്തിലും ഇക്കണോമിക്സ് ആണ്. വൈ അക്ഷത്തിൽ നമ്മൾ ഇക്കണോമിക്സ് ആണ് രേഖപ്പെടുത്താൻ പോകുന്നത്. അതും 50 വരെ, 50ൽ കൂടിയ പ്രശ്നമില്ല. പക്ഷേ ഈ പോയിന്റുകൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ യൂണിറ്റും ഈക്വൽ ലെങ്ത് ആയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ എക്സിനും വൈക്കും മാക്സിമം മാർക്ക് അല്ലെങ്കിൽ മാക്സിമം സ്കോർ 50 ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത് രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. 0, 5, 10 അങ്ങനെ 60 വരെ അതിൽ കൊള്ളുന്നത്ര എടുക്കാം. പക്ഷേ ആക്ച്വലി നമുക്ക് മാക്സിമം സ്കോർ അത്ര മാത്രം മതി. അതേപോലെ എക്കണോമിക്സ്
y അക്ഷത്തിലും 0, 5, 10 അങ്ങനെ രേഖപ്പെടുത്താം, അടയാളപ്പെടുത്താം. Then after that we will plot each point in the graph. അതായത് ഒന്നാമത്തെ പോയിന്റ് 5, 12 എവിടെ വരുന്നു നോക്കുള്ളൂ. എക്സിന് 5, y അക്ഷത്തിൽ 12. അപ്പോൾ 5, 12 എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. രണ്ടാമത്തെ പോയിന്റ് 12, 21 12, 21 അത് എവിടെ വരുന്നത് നോക്കിയിട്ട് ആ പോയിന്റ് അടയാളപ്പെടുത്തി. അതായത് എക്സിന് നേരെ 12ഉം വൈക്ക് നേരെ 21. ആ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 12, 21. അതേപോലെ മൂന്നാമത്തത് 18, 16 എക്സിൽ 18ഉം വൈക്ക് നേരെ 16ഉം. ഈ 18 നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കാം, 16 ഒരു ഹൊറിസോണ്ടൽ വരക്കാം. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആ 18, 16 എന്ന പോയിന്റ്. അങ്ങനെ എല്ലാ പോയിന്റും 22, 18 ആ പോയിന്റ് അടയാളപ്പെടുത്തി. 25, 28 അടയാളപ്പെടുത്തി. 38, 28 അടയാളപ്പെടുത്തി. 45, 40 അടയാളപ്പെടുത്തി. അങ്ങനെ എല്ലാ പോയിന്റുകളും അടയാളപ്പെടുത്തി. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡ്രോ റഫ്ലി, അത് കൃത്യമായിട്ട് വരക്കാൻ പറ്റില്ല, ഏകദേശം മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ സ്ട്രേറ്റ് ലൈനിൽ അടുത്ത് വരത്തക്ക വിധത്തിൽ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരക്കാം. അതായത് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഷുഡ് ബി ക്ലോസസ്റ്റ് ടു ദി സ്ട്രേറ്റ് ലൈൻ. വി വിൽ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് കോൺസെൻട്രേറ്റഡ് അലോങ് ദിസ് സ്ട്രേറ്റ് ലൈൻ. അതായത് ഇതിന്റെ അടുത്താവണം, സ്ട്രേറ്റ് ലൈനിന്റെ അടുത്താകത്തക്ക വിധത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഈ സ്ട്രേറ്റ് ലൈനിന്റെ അടുത്താകത്തക്ക വിധത്തിൽ സ്ട്രേറ്റ് ലൈൻ വരക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഓരോ പോയിന്റ് നമുക്കുണ്ട്, ആ പോയിന്റിൽ നിന്നും സ്ട്രേറ്റ് ലൈനിലേക്ക് വെർട്ടിക്കൽ വരക്കാം. വെർട്ടിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 5, 12 എന്ന പോയിന്റ് അത് സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരക്കേണ്ട ആവശ്യമില്ല, സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്. രണ്ടാമത്തത് 12, 21 അവിടെ നിന്ന് വെർട്ടിക്കൽ വരക്കാം. അതിനെ നമ്മൾ D2 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ സ്ട്രേറ്റ് ലൈനിൽ കിടക്കുന്നുവെങ്കിലും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5, 12 എന്ന പോയിന്റിൽ നിന്ന് സ്ട്രേറ്റ് ലൈനിലേക്ക് ഡിസ്റ്റൻസ് പറഞ്ഞാൽ 0 ആയിരിക്കും, D1 0 ആയിരിക്കും. പക്ഷെ രണ്ടാമത്തേൽ ഡിസ്റ്റൻസിനെ D2 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. 12, 21 12, 21 എന്ന പോയിന്റിൽ നിന്ന് സ്ട്രേറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ D2 ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് പോയിന്റ് 18, 16 the distance is D3. Now the vertical distance of 22, 18 the point 22, 18 to the straight line is D4. Next point 25, 28 that from that point the distance, vertical distance to this straight line is D5. Next is D6, next is D7. So vertical distances are drawn. They are D1, D2, D3, D4, D5, D6, D7. Here principle of least squares says that this straight line is best fit when sum of squares of distances, അതായത് സ്ക്വയർസ് ഓഫ് ഡിസ്റ്റൻസസ് D1, D2, D3 അതിൻ്റെ എല്ലാ സ്ക്വയർസ് അതിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ പ്ലസ് D3 സ്ക്വയർ പ്ലസ് D4 സ്ക്വയർ പ്ലസ് D5 സ്ക്വയർ പ്ലസ് D6 സ്ക്വയർ പ്ലസ് D7 സ്ക്വയർ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അത് എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ലെറ്റ് എസ് ഈക്വൽ ടു D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ പ്ലസ് D3 സ്ക്വയർ പ്ലസ് D4 സ്ക്വയർ പ്ലസ് D5 സ്ക്വയർ പ്ലസ് D6 സ്ക്വയർ പ്ലസ് D7 സ്ക്വയർ. ദിസ് എസ് ഈസ് മിനിമം. ദെൻ ദ ലൈൻ obtained is known as line of festivity. അപ്പോൾ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെ സമ്മ് അത് എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാന്ന് വിചാരിക്കുക. അത് മിനിമം ആണെങ്കിൽ, മിനിമം ആയാൽ ആ ലൈൻ എന്തായിരിക്കും? ആ സ്ട്രേറ്റ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് റിഗ്രഷൻ ലൈൻ ആയിരിക്കും. അപ്പോൾ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരക്കുന്ന എങ്ങനെ മനസ്സിലായല്ലോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓരോ പോയിന്റിനും സ്ട്രേറ്റ് ലൈനിലുള്ളത് അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അത് എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിൽ ആ എസ് എന്ന അക്ഷരം, അല്ലെങ്കിൽ എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. Sum of squares of distances to the from the point to the straight line should be minimum. Then the line obtained is called line of best fit or regression line. നമുക്കറിയാം റിഗ്രഷൻ ലൈന് X on Y യും Y on X ഉണ്ട്. ആ രണ്ട് റിഗ്രഷൻ ലൈന്
ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ എക്സ് ബാർ വൈ ബാർ ആണ്. അത് കോറിലേഷൻ്റെ വില r=1 ആണെങ്കിൽ, അതായത് കോറിലേഷൻ്റെ വില 1 ആണെങ്കിൽ ആ രണ്ട് റിഗ്രഷൻ ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആറിൻ്റെ വില 0 ആണെങ്കിലോ ആ രണ്ട് റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ഓക്കെ, താങ്ക് യു.